ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എത്രയും പ്രിയപ്പെട്ട ധന്യാത്മാക്കളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് പരീക്ഷിത്തിൻ്റെ കഥയാണ്. എല്ലാവർക്കും അറിയുന്ന കഥയാണ് എങ്കിലും എത്ര കേട്ടാലും നമുക്ക് ഭാഗവത കഥകൾക്ക് അവസാനമില്ല. കേൾക്കും തോറും പിന്നെയും കേൾക്കണം എന്നുള്ള ആഗ്രഹമാവും. എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ കൂടി ഇന്ന് പറയുന്ന കഥ പരീക്ഷിത്തിൻ്റെ കഥയാണ്. ഈ പരീക്ഷിത്ത് മഹാരാജാവ് ധർമ്മനിഷ്ഠയോടെയാണ് ഭൂമി രക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഭൂമി രക്ഷിച്ചുകൊണ്ടിരിക്കെ ദിഗ്വിജയത്തിനായിട്ട് സിംഹം കൊടിയടയാളമായിട്ടുള്ള തേരിൽ, ഓരോ രാജാക്കന്മാരുടെ കൊടിയിലും ഓരോ അടയാളമായിരിക്കും. എന്നാൽ ഈ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കൊടി അടയാളം എന്താ അറിയോ? സിംഹം. അങ്ങനെയുള്ള രഥത്തിൽ കയറിയിട്ട് അദ്ദേഹം രാജ്യമൊട്ടുക്കും നടന്നു. രാജാക്കന്മാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. രാജ്യം മുഴുവനെ ചിലർ പ്രച്ഛന്നവേഷമായിട്ടാണ് നാട്ടിൽ കൂടെ നടക്കുക. അവിടുത്തെ സുഖം ദുഃഖവും ഒക്കെ നേരിൽ കണ്ടിട്ടറിയാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ നാടെങ്ങും ശ്രീകൃഷ്ണനോട് ചേർന്ന് പാണ്ഡവ കഥ പാടുന്നത് അദ്ദേഹം കേട്ടു. ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇത് കേട്ടപ്പോൾ എന്താ ഉണ്ടാവുക? നല്ലോണം സന്തോഷമായി. അത്യധികം സന്തോഷിച്ചു പരീക്ഷിത്ത് രാജാവ്. കാരണം തൻ്റെ അച്ഛന്മാർ അല്ലേ, പാണ്ഡവന്മാർ, അവരുടെ കഥയാണ്, ശ്രീകൃഷ്ണൻ്റെ കഥയാണ് നാട്ടിലുള്ള ജനങ്ങളൊക്കെ അവർ മൺമറഞ്ഞു പോയിട്ടും പാടിക്കൊണ്ടിരിക്കണത്. അപ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ? അതാണ് പരീക്ഷിത്ത് രാജാവ് സന്തോഷിക്കാൻ കാരണം. ജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് രാജാവ് നാടെങ്ങും സഞ്ചരിച്ചു. ഒടുവിൽ സരസ്വതീ നദിയുടെ തീരത്തെത്തി. അവിടെ ഒറ്റ കാലിൽ ഒരു പശു നിൽക്കുന്നത് കണ്ടു രാജാവ്. സാധാരണ പശുക്കൾ എങ്ങനെ നിൽക്കുക? 4 കാലിൽ. എന്നാൽ ഇവിടെ കണ്ടത് എന്താണ്? ഒറ്റ കാലിൽ. അതെവിടെ? പുണ്യനദിയായ സരസ്വതീ ദേവിയുടെ തീരത്ത്. അപ്പോൾ രാജാവ് എന്താണ് നിന്റെ ദുഃഖത്തിന് കാരണം എന്ന് ചോദിച്ചു ഈ പശുവിനോട്. അപ്പോൾ പശു പറഞ്ഞു, എൻ്റെ ദുഃഖത്തിന് ധാരാളം കാരണമുണ്ട്, ഒരു കാരണമൊന്നുമല്ല. പ്രധാനമായിട്ടുള്ള കാരണം എന്താ ചോദിച്ചാൽ ശ്രീകൃഷ്ണൻ്റെ വിയോഗം തന്നെ. അത് എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞു രാജാവിനോട്. ഈ പ്രകാരത്തിൽ പറഞ്ഞ പശുവിനെ ഉപദ്രവിക്കാൻ ഒരു ശൂദ്രൻ ഓടി ഇങ്ങോട്ട് വരുന്നത് രാജാവ് കണ്ടു. രാജാവ് അവൻ്റെ നേരെ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് വില്ല് കൊലച്ചിട്ട് ചോദിച്ചു, നീ ആരാണ്? വേഷം കണ്ടാൽ രാജാവാണെന്ന് തോന്നും, എന്നാൽ പ്രവൃത്തി കണ്ടാലോ നീചനാണെന്നും തോന്നും. കൃഷ്ണാർജുനന്മാർ നന്നായി കാത്തു രക്ഷിച്ചിരുന്ന ഈ രാജ്യത്ത് ഇപ്പോൾ ബാലൻ ആണ് എങ്കിലും ഞാൻ നാഥനായിട്ടുണ്ട്. അന്ന് പരീക്ഷിത്ത് രാജാവ് ചെറുപ്പാണേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സാധു പീഡനയ്ക്ക് ഒരുങ്ങിയ നിന്നെ കൊന്നിട്ട് ധർമ്മം രക്ഷിക്കാൻ ഞാൻ മതി. ഞാൻ ചെറുതായിക്കോട്ടെ, ഞാൻ ചെറുപ്പായിക്കോട്ടെ, പക്ഷെ നിന്നെ കൊല്ലാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു ആ ഓടി അടുത്ത ആളോട്. ഇതൊക്കെ പറഞ്ഞിട്ട് രാജാവ് പശുവിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവൻ നിങ്ങളെ ഉപദ്രവിക്കണത്? ദുഷ്ടത കാണിക്കാൻ വരുന്നത് ദേവേന്ദ്രൻ തന്നെ ആയാലും ശരി, തോൾവളയോടൊപ്പം തന്നെ ആ കയ്യ് രണ്ടും ഞാൻ അങ്ങോട്ട് ഛേദിക്കും എന്ന് പറഞ്ഞു.
ഇങ്ങനെ രാജാവ് പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടപ്പോൾ പശു പറഞ്ഞു, അങ്ങ് എന്താണ് ഈ പറയണത്? ജനങ്ങൾ എന്തെല്ലാം അപരാധങ്ങളാണ് ചെയ്തി കൂട്ടുന്നത് അല്ലേ? ചെയ്തു കൂട്ടുകയാണ്. എന്തൊക്കെ അപരാധം അന്നത്തെ കാലത്ത് ചെയ്തു കൂട്ടണ അറിയോ? അവയ്ക്കൊക്കെ ദുഃഖ കാരണങ്ങളല്ലേ? പാണ്ഡവന്മാർ കൃഷ്ണനുമായിട്ട് ചേർന്ന് അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാക്കി. അവരുടെ പുത്രനായ നീ ഇങ്ങനെ പറയുന്നത് ഉചിതം തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ യമൻ്റെ വാക്കുകൾ കേട്ടിട്ട് അല്പം ഒന്ന് ആലോചിച്ചിട്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ സുഖം എന്തെന്നും എനിക്കറിയാം. ഉപദ്രവിക്കാൻ വന്ന ഈ ശൂദ്രനെ ഞാൻ ഇപ്പോൾ തന്നെ രക്ഷിക്കാം. രാജാവ് വാളെടുത്തു. ഇത് കണ്ട ശൂദ്രൻ പെട്ടെന്ന് നമസ്കരിച്ചു നിന്നു. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുനൻ്റെ യശസ്സുകൊണ്ട് പരിപാലിക്കപ്പെടുന്ന ഈ ലോകത്ത് നീ ഒരു ഉപദ്രവകാരി ആയി. ശരണം പ്രാപിച്ചതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലണില്ല. ആര് ശരണം പ്രാപിച്ചാലും അവരെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല, എത്ര ദുഷ്ടനാണെങ്കിലും. അതാണ് ശരിക്കുള്ള സത്യം. നീ എൻ്റെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകണം. കൊല്ലണില്ല, ഏതായാലും ഈ രാജ്യത്ത് തന്നെ വാഴിക്കാൻ പറ്റില്ല, നീ രാജ്യത്തു നിന്ന് തന്നെ പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ഇത് കേട്ട ശൂദ്രൻ ദുഃഖത്തോടെ പറഞ്ഞു, ചക്രവർത്തിയായ അങ്ങ് ലോകം മുഴുവൻ അടക്കി വാഴണു. പുറത്തു പോകാൻ എനിക്ക് ഇഷ്ടമില്ല. അങ്ങ് തന്നെ ഞാൻ ഇരിക്കേണ്ട സ്ഥലം പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാരാ അറിയോ? കലിയാണ്. കലി ഇപ്രകാരം പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് അവന് ഇരിക്കാൻ ഇടം പറഞ്ഞു കൊടുത്തു. ആര് ശരണം പ്രാപിച്ചാലും ശരണാഗതനെ രക്ഷിക്കണം. അതാണ് പ്രത്യേകിച്ച് രാജാക്കന്മാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിരന്തരം ഇരിക്കാനുള്ള സ്ഥലമാണ് ഈ പറഞ്ഞു കൊടുക്കണതേ. എവിടേക്കാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നിരന്തരം ചൂത് കളിക്കുന്ന സ്ഥലം, പിന്നെയോ നിരന്തരം മദ്യപാനം ചെയ്യണ സ്ഥലം, പിന്നെയോ പുഷ്പിണിയായ സ്ത്രീകൾ, പിന്നെ സ്വർണ്ണ ആഭരണങ്ങൾ. സ്വർണ്ണം എവിടെ ഉണ്ടോ അവിടെ നിനക്ക് പോയിരിക്കാമെന്ന് പറഞ്ഞു. ജന്തുക്കളെ കൊല്ലുന്ന സ്ഥലത്ത്, ഇങ്ങനെ 5 സ്ഥലങ്ങൾ ഇരിക്കാൻ കൽപ്പിച്ചു. ബാക്കി എല്ലായിടത്തു നിന്നും കലിയെ ആട്ടിക്കളഞ്ഞ് ധർമ്മത്തിൻ്റെ പാദങ്ങളെ ചേർത്ത് നിർത്തി. അതാണ് ഈ 5 സ്ഥലത്ത് മാത്രമേ കലിക്കിരിക്കാൻ പാടുള്ളൂ, അല്ലാത്ത സ്ഥലത്തേക്കൊന്നും പോയിക്കൂടാ. ഇങ്ങനെ വളരെ കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു. ശുകനെ ഗുരുവായിട്ട് സ്വീകരിച്ച് ബ്രഹ്മജ്ഞാനവും നേടി. അങ്ങനെ സംസാരബന്ധം അടുവെടിഞ്ഞ് ഗംഗാതീരത്ത് വെച്ച് ദേഹത്യാഗവും ചെയ്തു. അപ്പോൾ ഇതാണ് ചുരുക്കം. അത് ഇനി ഒന്ന് വിപുലീകരിച്ച് പറഞ്ഞാൽ പരീക്ഷത്തിൻ്റെ ചരിതം ഈ പ്രകാരം ഒക്കെ കേട്ടു സൂതൻ. എന്നിട്ട് ശൗനകനോട് ചോദിച്ചു, എങ്ങനെയാണ് ശുകൻ പരീക്ഷത്തിൻ്റെ ആചാര്യനായി തീർന്നത് എന്ന്. രാജാവിന് എങ്ങനെയാണ് ആത്മജ്ഞാനം ഉണ്ടായത്? ഭഗവാന്റെ കഥ കേൾപ്പിക്കാൻ എങ്ങനെയാണ് അവസരം ഉണ്ടായത്? എല്ലാം സവിസ്തരം പ്രതിപാദിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോൾ സൂതൻ വണങ്ങിയിട്ട് പറഞ്ഞു, ഈ പരീക്ഷിത്ത് മഹാരാജാവ് ഭക്തിപൂർവം ധർമാനുഷ്ഠാന തൽപരനായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 66 വയസ്സായി. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം നായാട്ടിനായിട്ട് പുറപ്പെട്ടു. ഉച്ചവെയിലിൻ്റെ ചൂടേറ്റ് തളർന്ന് ദാഹിച്ച് നടന്ന് ആരാണ് അല്പം വെള്ളം തരാമെന്നും അന്വേഷിച്ച് കാട്ടിൽ കൂടെ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. കാട്ടിൽ പോണത് വെറുതെ ഒന്നും അല്ലേ, നായാട്ടിനാണ് പോയിരിക്കണത്. ഒന്നാമത് വെയിൽ, രണ്ടാമത് മൃഗങ്ങളുടെ പിന്നാലെ ഓടിച്ച് അവരെ അമ്പ ചെയ്തിട്ടോ അല്ലേ. അവർക്കൊരു നായാട്ടൊരു വിനോദമാണ് രാജാക്കന്മാർക്ക്. കുറേ
കാട്ടിൽക്കൂടെയൊക്കെ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ക്ഷീണം ഉണ്ടാവും. ക്ഷീണം ഉണ്ടായാൽ ദാഹം ഉണ്ടാവും. ദാഹത്തോടു കൂടി വിശപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം തന്നെയും കിട്ടിയാൽ മതി എന്നുള്ള വിചാരത്തോടെയാണ് രാജാവ് അങ്ങനെ വെള്ളം അന്വേഷിച്ച് നടന്നത്. എന്നാൽ ഒപ്പമുള്ള ഭൃത്യന്മാരൊക്കെ കൂട്ടം തെറ്റിപ്പോയി. ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നേ. അങ്ങനെയാണല്ലോ, കാട്ടിലൊക്കെ വഴി പഴച്ചാൽ എന്താ ചെയ്യുക? അപ്പോൾ വെള്ളം എവിടുന്നാ കിട്ടുക? മറ്റേ ഭൃത്യന്മാരോടൊന്നും എന്തെങ്കിലും പറയാൻ അതും ആളില്ല. അപ്പോൾ അടുത്ത് തന്നെ ഒരു ആശ്രമം ദൈവകൃപയാൽ കണ്ടു. അവിടെ ഒരു താപസൻ ഒറ്റയ്ക്ക് സുഖമായിട്ട് ഇരിക്കണതും കണ്ടു. യോഗാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു രാജാവ്. എന്നിട്ട് കുറച്ച് വെള്ളം ചോദിച്ചു. എന്നാൽ ഈ താപസൻ എന്താ ചെയ്തിരുന്ന അറിയോ? സമാധിയിലായിരുന്നു. അതൊന്നും ഇപ്പോൾ രാജാവിന് കാണാൻ പറ്റിയില്ല എന്ന് പറയുക ചുരുക്കത്തിൽ. കാരണം വിശപ്പും ദാഹവും കൊണ്ട് കണ്ണ് കാണാനില്ലേ. അപ്പോൾ അദ്ദേഹം സമാധിയിലാണോ ഉണർന്നിരിക്കുകയാണോ എന്നൊന്നും ഈ രാജാവ് നോക്കിയില്ല. തന്നെ ധിക്കരിച്ചാണ് മറുപടി ഒന്നും പറയാത്തത് എന്ന് രാജാവ് അങ്ങോട്ട് തെറ്റിദ്ധരിച്ചു. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? അടുത്ത് കണ്ട ഒരു ചത്ത പാമ്പിനെ വില്ലിലാണ്ട് തോണ്ടിയെടുത്തു. എന്നിട്ട് മുനിയുടെ കഴുത്തിലേക്ക് കണ്ടിട്ടു. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടുണ്ടോ? ആർക്കും വരും അങ്ങനത്തെ ദുർബുദ്ധികളെ. രാജാവിന് എല്ലാ അറിവും ഉണ്ട്. നല്ല രാജാവാ, പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ ആ വിവേകമൊക്കെയാണ് നശിച്ചു പെട്ടെന്ന് ഒരു നിമിഷം. എന്നിട്ടും ഈ താമസൻ അനങ്ങാതെ ഇരിക്കുന്നത് കണ്ടു. പിന്നെ എന്താ ചെയ്യുക? രാജാവിന് പശ്ചാത്താപം തോന്നി. അദ്ദേഹം നടന്ന് രാജധാനിയിലേക്കാണ് പോയി. പിന്നെ ഒന്നും പറഞ്ഞതും ചെയ്തതും ഒന്നുമില്ല. അപ്പോൾ ഈ കൃഷൻ എന്ന മുനികുമാരൻ പാമ്പ് കഴുത്തിലിട്ടിരിക്കുന്ന താപസനെ കണ്ടു. ഇതാരറിയോ? കൃഷൻ. പിന്നെ ഈ താപസൻ്റെ മകൻ്റെ കൂട്ടുകാരനാണേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ശൃംഗി, മകൻ്റെ പേര് ശൃംഗി എന്നാണ്. പക്ഷേ ഈ പാമ്പിനെ കഴുത്തിലിട്ടത് കണ്ടത് കൃഷൻ എന്ന മുനികുമാരനാണ്. അദ്ദേഹത്തിൻ്റെ മകനായ ശൃംഗി ബ്രഹ്മശാസ്ത്രം അനുസരിച്ച് സ്വർഗത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. അച്ഛനെ ഇങ്ങനെയുള്ള കാര്യം ചെയ്തപ്പോഴൊന്നും ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. ശൃംഗിയോട് പരിഹാസത്തിൽ പറഞ്ഞു. ആര് പറഞ്ഞു? കൃഷൻ എന്ന കൂട്ടുകാരൻ പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? നിൻ്റെ അച്ഛൻ പാമ്പിനെ ചുമന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആശ്രമത്തിൽ എന്നാ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൂട്ടുകാരൻ വന്നിട്ട് തപസ്വിയായ അച്ഛൻ പാമ്പിനെ ചുമന്നിരിക്കുകയാണെന്ന് അറിയാം അല്ലേ? ഇതാണ് പറഞ്ഞത്. ഇത് കേട്ട കോപിഷ്ഠനായ ശൃംഗി ദിവ്യദൃഷ്ടി കൊണ്ട് കാര്യം മനസ്സിലാക്കി. ഈ ശൃംഗി എന്ന് പറഞ്ഞത് ഒരു തപസ്വി തന്നെയാണേ, അച്ഛൻ്റെ മകൻ തന്നെയാണ്. ഈ താപസന്മാർക്ക് മുനികുമാരന്മാർക്കൊക്കെ ത്രികാലജ്ഞാനം ഉണ്ടാവും. എന്താണ് ഈ ത്രികാലജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞതും ഇപ്പം നടക്കുന്നതും വരാൻ പോണതും അവർക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് ത്രികാലജ്ഞാനികളെന്ന് മഹർഷിമാരെ പറയുക. അപ്പോൾ അദ്ദേഹം ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി, ഇത് ചെയ്തത് ആരാണെന്നും ഒക്കെ മനസ്സിലാക്കി. എന്ത് ചെയ്തു അറിയോ? വേഗം പരീക്ഷിത്ത് മഹാരാജാവിനെ കണ്ട് ശപിച്ചു. അപ്പം ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് തൻ്റെ കൂട്ടുകാരനായ കൃഷൻ എന്ന മുനികുമാരൻ പറഞ്ഞ വാക്കും അങ്ങനത്തെ ആണേ. പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവണം. എല്ലാവർക്കും മനുഷ്യനടക്കം ഉണ്ടല്ലേ, പെട്ടെന്ന് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അതില്ലാതെയൊക്കെയുള്ള വചനങ്ങൾ പറയുക, നല്ല കാര്യങ്ങൾ നന്നായിട്ട് പറയുക. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ കേട്ടിട്ടില്ലേ, പിന്നെ സത്യം ആണ് എങ്കിലും ഒരിക്കലും അത് ദുഃഖിപ്പിക്കണ ആയിരിക്കരുത്, അങ്ങനെ പറയരുത് എന്ന് പറയും അല്ലേ?
അതേപോലെയാണ് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഒരു സാവകാശത്തിൽ, സമാധാനത്തിൽ ഒക്കെ പറയണം. ഇത് ഈ കൂട്ടുകാരൻ്റെ വർത്തമാനവും അങ്ങനെ ഉണ്ടായതേ. എന്താ പറഞ്ഞത്? പരിഹസിച്ചുകൊണ്ടാ പറഞ്ഞത്. അതുകൊണ്ടാണ് പരിഹസിച്ചിട്ട് പറയുക മാത്രമല്ല, അച്ഛൻ പാമ്പിനെ ചുമന്നുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞതേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ശൃംഗിക്ക് ദേഷ്യം വരാൻ കാരണം ഉണ്ടായത്. അപ്പോൾ ആ ദേഷ്യം കൊണ്ട് തന്നെ വീണ്ടും വിചാരമില്ലാതെ പരീക്ഷിത്ത് രാജാവിനെ കൂടി ശപിച്ചു. ശൃംഗി അദ്ദേഹം എൻ്റെ അച്ഛനോട് അപരാധം കാട്ടിയ രാജാവിന് ഇന്ന് മുതൽ 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരണം ഉണ്ടാവട്ടെ എന്നാണ് ശപിച്ചത്. അടുത്ത ക്ഷണം അച്ഛനെ വന്ദിക്കാൻ തൽസവിധത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ നിന്ന് ശൃംഗി സാവധാനം ചത്ത പാമ്പിനെ എടുത്ത് ദൂരത്തേക്കിട്ടാൻ കളഞ്ഞു. എന്നിട്ട് പരിഭ്രമിച്ച് അച്ഛൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ശമീകൻ മെല്ലെ കണ്ണു തുറന്നു. ശമീക മഹർഷി അച്ഛനാണേ. അച്ഛൻ വേഗം കണ്ണു തുറന്നു. എന്താ ഇപ്പം ഈ മകൻ്റെ സംഭ്രമത്തിൻ്റെ കാരണം എന്ന് ചോദിച്ചു. കാരണം ഒരു സാധാരണ നിൽപ്പല്ല, പരിഭ്രമിച്ചുകൊണ്ടാണ് നിൽക്കണതേ. ഓരോ ഭാവത്തിനും ഉണ്ടേ, ഓരോന്ന് പേടിച്ച് നിൽക്കുക, പരിഭ്രമിച്ച് നിൽക്കുക, സന്തോഷിച്ച് നിൽക്കുക, അതൊക്കെ കണ്ടാൽ വേഗം അറിയും. അപ്പോൾ മകൻ്റെ പരിഭ്രമത്തിന് എന്താണ് കാരണം എന്ന് ശമീക മുനി ചോദിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായ എല്ലാ കാര്യവും ഉണ്ട്. വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു അച്ഛൻ. ശപിച്ചതും കൃഷൻ വന്ന് പറഞ്ഞതും ഇതൊക്കെ കേട്ട മഹർഷി മകനോട് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കിയില്ലല്ലോ മോനെ. ലൗകിക വ്യസനങ്ങൾക്ക് അടിമപ്പെടുന്ന മനുഷ്യന് അബദ്ധങ്ങൾ പറ്റിയെന്നിരിക്കും, എന്നാൽ സാധുക്കൾ അവ ക്ഷമിക്കുകയാണ് വേണ്ടത്. കാരണം ശപിച്ചത് ആരെ? രാജാവിനെ ആണ് ശപിച്ചത്. ആരാണ് ശപിച്ചത്? ഒരു തപസ്വിയാണ്, ഒരു മുനികുമാരനാണ് ശപിച്ചത്. കോപിച്ച് ശപിക്കുന്നത് സാധാരണ പാടില്ല, അത് ആചാരമല്ല. ഭഗവത് ഭക്തനായ രാജാവിനെ ശപിച്ചത് കൊണ്ട് ഭഗവാന്റെ കാരുണ്യം എന്തായി? ഇല്ലാണ്ടായി. ഒരു ശാപം കൊടുത്താൽ പറയുക അതുവരെയിലത്തെ തപസ്സിൻ്റെ ഫലമൊക്കെ പോയി എന്നാ പറയുക. ശപിക്കനോടുകൂടി അത്രയും കാലം തപസ് അനുഷ്ഠിച്ചിട്ട് നേടിയ ആ തപസ്സിൻ്റെ ഗുണമൊക്കെ പോകൂത്രേ. അങ്ങനെയാണ് പറയുന്നത്. ഈ പ്രകാരം പറഞ്ഞിട്ട് ഗൗരവമുഖൻ എന്ന ശിഷ്യനെ വിളിച്ചു. കുറേ ശിഷ്യന്മാരുണ്ടേ, അതിലാണ് കൃഷൻ എന്നുള്ളത്. അപ്പോൾ ആ ഗൗരമുഖൻ എന്നൊരു ശിഷ്യനെയാണ് വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു, നീ എന്ത് വേണമെന്നറിയോ? എത്രയും പെട്ടെന്ന് കുരുക്ഷേത്രത്തിലേക്ക് പോകണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആരും അറിയാതെ ഈ നടന്ന സംഭവങ്ങളൊക്കെ രാജാവിനെ അറിയിക്കണം. ഈ താപസന്മാരും മുനിമാരും ഒക്കെ ഈ രാജാവിൻ്റെ പ്രജകളിൽ പെടുന്നതാണേ. അപ്പോൾ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം നടന്ന് രാജാവിനെ അറിയിക്കുക എന്നുള്ളത് ഇവരുടെ ധർമ്മമാണ്, മുനിമാരുടെ. അതാണ് പറഞ്ഞയച്ചത്. അങ്ങനെ ഗൗരവമുഖൻ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ രാജാവിൻ്റെ അടുത്ത് ചെന്ന് എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചു. രാജാവിനെ അറിയില്ലല്ലോ അദ്ദേഹത്തെ ശപിച്ചതും. അദ്ദേഹം വെള്ളത്തിന് വന്നു, വെള്ളം കിട്ടിയില്ല. പെട്ടെന്നുണ്ടായ ഒരു മാനസിക വിഭ്രാന്തി എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ചത്തപാമ്പിനെ കഴുത്തിലിട്ട്. അതിൻ്റെ വരും വരായിക എന്നും രാജാവ് ആലോചിച്ചിട്ടില്ല. പെട്ടെന്ന് വന്ന ഒരു എന്താ പറയുക, വിഭ്രമം എന്ന് തന്നെ പറയാം. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്തതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. പിന്നെ ഇപ്പം അദ്ദേഹം അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണ് രാജധാനി പോയി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിരിക്കുമ്പോഴാണ് ഈ ഗൗരമുഖൻ എന്ന ശമീക മഹർഷിയുടെ ശിഷ്യൻ ചെന്ന് ഈ വിവരങ്ങളൊക്കെ പറയണം. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ
രാജാവിനെ വേണ്ട വിധത്തിൽ ധരിപ്പിച്ചു. കാരണം അറിഞ്ഞിരിക്കണമല്ലോ എന്തൊക്കെ നടന്നു എന്നുള്ളത്. പിന്നെ മുനിമാർക്ക് അറിയണതൊന്നുപോലെയൊന്നും രാജാക്കന്മാർക്ക് ത്രികാലജ്ഞാനികളൊന്നുമല്ല. മുനിമാർക്ക് മാത്രമാണ്, അവരെ മാത്രമാണ് ത്രികാലജ്ഞാനികളെന്ന് പറയൂ. അവർക്ക് മാത്രമാണ് ഈ 3 കാലത്തെ പറ്റി അറിയൂ. അങ്ങനെ ശിഷ്യനെ സൽക്കരിച്ച് ഇരുത്തിയിട്ട് രാജാവ് പറഞ്ഞു. കാരണം ഈ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. ഉടനെ രാജാവ് എന്ത് ചെയ്തു അറിയോ? ഈ ഗൗരമുഖനെ നന്നായി സൽക്കരിച്ചു. എന്നിട്ട് ഇരിക്കാൻ ആസനം കൊടുത്ത് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് രാജാവ് പറഞ്ഞു, നേരത്തെ തന്നെ മരണത്തിന് അടിമപ്പെട്ട ഞാൻ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഇത്രയും കാലം ജീവിച്ചത്, അല്ലേ? അതെന്താക്കെ പറയണത്? ബ്രഹ്മാസ്ത്രം അല്ലേ പ്രയോഗിച്ചില്ലേ? ബ്രഹ്മാസ്ത്രം കൊണ്ട് മരണപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അതിന്ന് രക്ഷപ്പെടുത്തിയത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഉത്ഭവിച്ചപ്പോൾ തന്നെ ഉത്തരയുടെ ഗർഭത്തുനിന്ന് മരണം വരേണ്ടതായിരുന്നു. അപ്പോഴും രക്ഷിച്ചതാരാ? ഭഗവാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ, അപ്പോൾ ജീവിതം മതിയാക്കാമെന്ന് ഈശ്വരൻ വിചാരിച്ചാൽ പിന്നെ എന്തിനാ ദുഃഖിക്കണമെന്ന് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ? ഒരു മഹാനായ രാജാവിന് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ ദ്രോണരുടെ മകനാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരുന്നത്. അതൊക്കെ അറിയാം. എന്നിട്ട് ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ഞാനതിന് ഉൾക്കൊള്ളണു. ഇന്ന ദിവസം മരിക്കും എന്ന് എന്നെ അറിയിക്കാൻ തോന്നിയത് തന്നെ നല്ല കാര്യമാണ് എന്ന്. അപ്പോൾ ഒരു മരണവിവരം കേട്ടപ്പോൾ അപ്പോൾ ആ രാജാവ് എത്ര നല്ല മനുഷ്യനല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ലൊരു രാജാവ് മരിക്കും, 7-ാം ദിവസം മരിക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വർത്തമാനമാണേ. ഞാൻ എന്നോ മരിക്കേണ്ടതായിരുന്നു, അല്ലേ? അപ്പോൾ ആ എന്നോ മരിക്കേണ്ട ഞാൻ ഇത്രയും കാലം ജീവിച്ചില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൽ പ്രശ്നമല്ല. പരലോകത്ത് എനിക്ക് നന്മയുണ്ടാകണം എന്ന് ഒരു അനുഗ്രഹം എനിക്ക് തരണം, അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇനി മരിച്ചു പോയാലും എനിക്കൊരു നന്മ ഉണ്ടാവണം, അതിനെ അനുഗ്രഹിക്കണം. അതിന് ആരോട് ചെന്ന് പറയണം? ശമീക മഹർഷിയോട് പോയി പറയണം എന്ന് പിന്നെ ഗൗരമുഖൻ എന്ന ശിഷ്യനോട് പറഞ്ഞേൽപ്പിച്ചു. അതിനുശേഷം ശിഷ്യനെ വീണ്ടും നമസ്കരിച്ച് സന്തോഷത്തോടെ ഗുരുസന്നിധിയിലേക്ക് യാത്രയാക്കി രാജാവ്. മനസ്സിൽ സർവേശ്വരനെ മാത്രം ധ്യാനിച്ച് രാജ്യഭാരം എന്ത് ചെയ്തു അറിയോ? മകനെ അങ്ങോട്ട് ഏൽപ്പിച്ചു. കാരണം നീ ആകെ 7 ദിവസമേ ഉള്ളേ, അതിൻ്റെ മുന്നേ രാജ്യം അനാഥാവാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്തു. ഗംഗയിൽ എന്ത് ചെയ്തു അറിയോ? ഗംഗാ നദിയിൽ ഒറ്റ തൂണിൽ ഒരു സൗധം ഉണ്ടാക്കിയിട്ട് സ്വന്തം ശരീരം മാത്രം സ്വീകരിച്ച് വിരക്തനായി പരീക്ഷിത്ത് രാജാവ് അവിടെ താമസിച്ചു. രാജ്യത്തു നിന്നൊക്കെ പോയി തക്ഷകൻ്റെ ദംശനത്തിന് നിന്ന് രക്ഷപ്പെടാൻ മന്ത്ര ഔഷധാദികളൊക്കെ ചെയ്ത് പാമ്പാട്ടികളെ ഒക്കെ വരുത്തി ബ്രാഹ്മണർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് മൃത്യുഞ്ജയാദി ഹോമങ്ങളൊക്കെ ചെയ്ത് ദർഭ വിരിച്ച് വടക്കു ദിക്കിനെ അഭിമുഖമാക്കിയിട്ട് മോക്ഷപ്രാപ്തിക്ക് തയ്യാറായിട്ട് അവിടെ കിടന്നു. അപ്പോൾ മരിക്കാൻ കാത്തു കിടന്നു എന്നർത്ഥം. ഇതൊക്കെ അറിഞ്ഞു ആര്? ബ്രാഹ്മണർ. അവിടെ കുറേ ബ്രാഹ്മണരൊക്കെ ഉണ്ടേ. ആ ബ്രാഹ്മണർ പരീക്ഷിത രാജാവിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്നു. അവരെയൊക്കെ വിധിയാം വണ്ണം സൽക്കരിച്ച് രാജാവ് ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, നായാട്ടിന് പോയി ക്ഷീണിച്ച ഞാൻ അരുതാത്തത് ചെയ്തു, അതിനാൽ ബ്രാഹ്മണ ശാപത്തിന് ഇരയായി. ഇത് വിധിവിലാസം തന്നെയാണ്, നിങ്ങൾ എന്നെ ഉള്ളഴിഞ്ഞ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ബ്രാഹ്മണരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്
പരീക്ഷിത്ത് രാജാവ് അവരോട് പ്രാർത്ഥിച്ചു എന്നർത്ഥം. നമസ്കരിച്ചുകൊണ്ട് രാജാവ് ഇത് പറഞ്ഞതേ. ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ മഹർഷിമാരെ ഒരുമിച്ച് ആലോചിച്ച് പറഞ്ഞു, ഇന്ദ്രാദി ദേവന്മാർ പോലും ബഹുമാനിക്കുന്ന രാജാവിന് ഇങ്ങനെ ഒരവസ്ഥ വന്നത് ഈശ്വര നിശ്ചയം തന്നെയാണ് കേട്ടോ. ദൈവഹിതം ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ. താൻ അറിയാതെ ചെയ്ത തെറ്റിന് ബ്രാഹ്മണ ശാപം കിട്ടിയത് തടയാൻ കഴിയില്ല. ഒരിക്കലും അത് തടയാൻ ആരെക്കൊണ്ടും കഴിയില്ല. എങ്കിലും 7 ദിവസം കഴിയുന്നത് വരെ വാസുദേവ സ്തുതികളോടെ നമുക്ക് രാജാവിനെ സേവിച്ച് കഴിയാം. ഈ വന്നവരൊക്കെ രാജാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര സ്തുതിയോടെ അവിടെ കഴിയാമെന്ന് തീരുമാനിച്ചു. ഇത് കേട്ട സന്തുഷ്ടനായ രാജാവ് ബ്രാഹ്മണരെ വണങ്ങി. വീണ്ടും പറഞ്ഞു ബ്രാഹ്മണരോട്, ഇവിടെയുള്ള ബ്രാഹ്മണരിൽ ആരെങ്കിലും മനസ്സ് തെളിഞ്ഞ് അനുഗ്രഹിച്ചാൽ എല്ലാവർക്കും കാര്യപ്രാപ്തി ഉണ്ടാവും. എന്നിൽ നിങ്ങൾ ചൊരിഞ്ഞ വാത്സല്യത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് മനുഷ്യജന്മം കിട്ടിയത് തന്നെ. പിന്നെ മനുഷ്യജന്മം കിട്ടിയിട്ടോ ഈ മരണസമയത്ത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞും തരണം. ബ്രാഹ്മണർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ചിന്തിച്ച്, എന്താ ഒരാൾക്കൊന്നും ഒറ്റയ്ക്ക് പറയാൻ കഴിയണില്ല. അങ്ങനെ വേദശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന മാർഗം ഏതാണെന്ന് കൂടുതൽ നല്ലതെന്നും തിരിച്ചറിയാൻ കഴിയാതെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും മുനിമാർ. പുരാണാചാര്യപുത്രനായ ഗർഭാവസ്ഥയിൽ തന്നെ മുക്തി നേടിയ സുന്ദരഗാത്രനായ ശുഗമഹർഷി ദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് അവിടെ എത്തിയെന്ന്. അപ്പോൾ ശുഗമഹർഷി അവിടെ എത്തി. താപസന്മാരെഴുന്നേറ്റ് അഭിവാദ്യം ചെയ്തിട്ട് അദ്ദേഹത്തിന് ആ സദസ്സിൽ മാന്യമായൊരു സ്ഥാനം നൽകി. നമ്മൾ ആര് വരികയാണെങ്കിലും ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കണം എന്നാണ് പറയുക. പ്രത്യേകിച്ച് ശുഗമഹർഷി പോലുള്ളവരെ പ്രത്യേകിച്ചും അങ്ങനെ ചെയ്യണം. അതാണ് അവിടെ എല്ലാ മുനിമാരും ശുഗമഹർഷി വന്നപ്പോൾ എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്ത് ആ സദസ്സിൽ മാന്യമായൊരു സ്ഥാനത്ത് ഇരുത്തി എന്നർത്ഥം. രാജാവ് തന്നെ എഴുന്നേറ്റ് തൊഴുതു, നമസ്കരിച്ചു. മാത്രമല്ല അർഘ്യപാദ്യാദികൾ നൽകിയ അദ്ദേഹത്തെ ഒരു പീഠത്തിൽ ഇരുത്തി എന്ന് പറയുന്നു. രാജാവിനോട് ഇരിക്കാൻ ശുഗമഹർഷി പറഞ്ഞു. അദ്ദേഹം പഴയതുപോലെ അച്യുതനെ തന്നെ ധ്യാനിക്കണം എന്നും പറഞ്ഞു. അച്യുതൻ സാക്ഷാൽ ശ്രീകൃഷ്ണനാണല്ലോ പരീക്ഷിത്ത് രാജാവിനെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചത്. അപ്പോൾ അച്യുതനെ തന്നെ ധ്യാനിക്കാനാണ് പറഞ്ഞത്, ശ്രീകൃഷ്ണനെ തന്നെ ധ്യാനിക്കാൻ പറഞ്ഞു. തങ്ങളോട് രാജാവ് ചോദിച്ച ചോദ്യത്തിന് ശ്രീ ശുഗനിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന് മുനീന്ദ്രന്മാരൊക്കെ പറഞ്ഞു. പരോപകാരത്തിന് ഉതകുന്ന ദിവ്യ സംവാദം കൊണ്ട് എല്ലാവർക്കും കീർത്തി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങ് ശുഗനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എതിർച്ചയെ വന്നാണല്ലോ ശുഗമഹർഷി, ശുഗനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. ഗുരുവിൻ്റെ സമീപത്ത് തൊഴുതു നിന്നുകൊണ്ട് രാജാവ് ചോദിച്ചു. അവിടെയുള്ള മുനിമാർക്കൊന്നും മനസ്സിലാവണില്ലേ എങ്ങനെയാണ് മോക്ഷം കിട്ടുക, എന്താണ് 7 ദിവസം കൊണ്ട് ചെയ്യേണ്ടത്. അപ്പോഴാണല്ലോ എതിർച്ചയാ ശുഗമഹർഷി വന്നത്. അപ്പോൾ ഗുരുവിൻ്റെ സമീപത്ത് തൊഴുതു നിന്നുകൊണ്ട് രാജാവ് ചോദിച്ചു, ശുഗ മഹർഷിയോട് ചോദിച്ചു, മൂഢനായ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങിപ്പോൾ ഇവിടേക്ക് എഴുന്നള്ളിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജന്മം സഫലമായി തീർന്നു. സാധാരണ അങ്ങനെയൊന്നും എവിടേക്കും പോവാറില്ല ശുഗമഹർഷി. പക്ഷേ ഇവിടേക്ക് വരാൻ കാരണം എൻ്റെ നല്ല സമയം ആയതുകൊണ്ടാണ് ഭഗവാൻ ശുഗമഹർഷിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന്.
അങ്ങ് ഇതുപോലെ സജ്ജനങ്ങളെ കാണാൻ വന്ന് എത്തുമെങ്കിൽ അതിൽ പരം പുണ്യം എന്താ ഉള്ളത്? സേവിക്കും തോറും പവിത്രമായി തീരുന്ന പുണ്യതീർത്ഥങ്ങൾ, സാധുക്കളെ കാണുന്നത് കൊണ്ട് തന്നെ പാപങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നു. എനിക്കാണെങ്കിലോ ആരോടും ഒരിക്കലും അവമതി ഉണ്ടാവുകരുത്. ബ്രാഹ്മണാദികളോട് ഭക്തി ഉണ്ടാവും വേണം. ഏത് യോനിയിൽ ജനിച്ചാലും ഹരിഭക്തിക്ക് കോട്ടം തട്ടരുത്. ശാപവശാല് 7-ാം ദിവസം എനിക്ക് മരണം സംഭവിക്കുമല്ലോ. ഇതൊക്കെ മഹർഷിക്ക് അറിയാലോ. അപ്പോൾ പരലോക പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതും കേൾക്കേണ്ടതും എന്താണെന്നും ആരെയാണ് പൂജിക്കേണ്ടതെന്നും ധ്യാനമാർഗം എന്തെന്നും എനിക്ക് പറഞ്ഞു തരണം എന്ന് ശുകമഹർഷിയോട് പരീക്ഷിത്ത് രാജാവ് വിനയപൂർവം അഭ്യർത്ഥിച്ചു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ നമുക്ക് കഥരൂപത്തിൽ പറയാം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ പറഞ്ഞതിൽ വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, തെറ്റ് തിരുത്തി തരണം എന്ന അപേക്ഷയോടുകൂടി തന്നെ ഇത് ഇവിടെ ഉപസംഹരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൽ സ്വഭാവാത് കരോമി യദ്യം സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.